വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 14-ാമത്തെ അധ്യായം 1, 2, 3 വാക്യങ്ങൾ എൻ്റെ സ്നേഹിതൻ ഇപ്പോൾ ഇവിടെ according to John chapter 14 verses 1, 2 and 3. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. മതി. വളരെ പരിചിതമായ ഒരു ദൈവവചന ഭാഗമാണ് നാം ഇവിടെ വായിച്ചു കേട്ടത്. ഈ വാക്യത്തെക്കുറിച്ചോ ഈ സുവിശേഷത്തെക്കുറിച്ചോ ഈ അധ്യായത്തെക്കുറിച്ചോ പശ്ചാത്തലങ്ങൾ ഒന്നും പറയാൻ ഇന്ന് രാത്രിയിൽ എൻ്റെ മുമ്പിൽ സമയമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ നേരിട്ട് ഈ വാക്യ ഭാഗത്തിലേക്ക് പ്രവേശിക്കുകയാണ്. യേശുനാഥൻ്റെ ഈ ലോകത്തിലെ ശുശ്രൂഷ അവസാനിക്കാനായിട്ട് തുടങ്ങുമ്പോൾ തൻ്റെ ഒരു വിടവാങ്ങൽ സന്ദേശത്തിൻ്റെ എന്ന നിലയിലാണ് ഈ വേദഭാഗത്തെ ദൈവവചന പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. യേശുവിൻ്റെ സാന്നിധ്യം ഇല്ലാതെ വരുമ്പോൾ തൻ്റെ അരുമ ശിഷ്യന്മാർ നേരിടാൻ പോകുന്ന വെല്ലുവിളികളെ എങ്ങനെ അവർ മനോധൈര്യത്തോടുകൂടെ നേരിടും എന്നതിൽ യേശുവിന് ആശങ്കയുണ്ടായിരുന്നു. അപ്പോൾ തന്നെ തൻ്റെ ശിഷ്യന്മാർ ഒരിടത്തും പരാജയപ്പെടരുത്, ഒരിടത്തും അവരുടെ തല കുനിയപ്പെടരുത് എന്നാഗ്രഹിച്ചുകൊണ്ട് യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് സ്നേഹത്തോടുകൂടെ കൈമാറിയ ശുപാർശകൾ, ആത്മീയ ദൂതുകൾ, വാക്കുകൾ, അതാണ് ഈ വാക്യത്തിൽ നാം കാണുന്നത്. ശുശ്രൂഷകനെന്നോ വിശ്വാസിയെന്നോ പഴയ ആളെന്നോ പുതിയ ആളെന്നോ വ്യത്യാസമില്ലാതെ സകലരുടെയും ഹൃദയം കലങ്ങിപ്പോകാൻ സാധ്യതയുള്ള ഒരു ലോകത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. ഹൃദയം കലങ്ങുക എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് അക്ഷരീക അർത്ഥത്തിലുള്ള ഹൃദയ കലക്കമല്ല, ഹാർട്ട് അറ്റാക്ക് അല്ല. മാനസിക നിലയിൽ ഉണ്ടാകുന്ന സംഘർഷങ്ങൾ, നിരാശ മൂടിക്കെട്ടുന്ന ജീവിത സാഹചര്യങ്ങൾ, ഒരർത്ഥത്തിലും മുൻപോട്ട് കാലുവയ്ക്കുവാൻ കഴിയുകയില്ല എന്ന് തോന്നുന്ന, നിരാശയിൽ മുങ്ങിപ്പോകുന്ന, സങ്കടക്കടലിൽ ആണ്ടുപോകുന്ന അവസ്ഥ, അതാണ് ഇവിടെ ഈ വാക്യം കൊണ്ട് അർത്ഥമാക്കുന്നത്. ഹൃദയം കലങ്ങിപ്പോകരുത്. ഞാൻ വേഗത്തിൽ വചനത്തിലേക്ക് വരട്ടെ. ഹൃദയം കലങ്ങിപ്പോകാതിരിക്കാൻ എന്തു ചെയ്യണം? ഹൃദയം കലങ്ങിപ്പോകാതിരിക്കാൻ എന്താണ് ചെയ്യേണ്ടത്? യേശു കർത്താവിൻ്റെ വാക്കുകൾ 14-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ യേശു കർത്താവ് ഇങ്ങനെയാണ് പറഞ്ഞത്: ദൈവത്തിൽ വിശ്വസിപ്പീൻ. ഹൃദയം കലങ്ങാതിരിക്കണമെങ്കിൽ ദൈവത്തിൽ വിശ്വസിക്കണം. വിശ്വാസം എന്നതിന് ആശ്രയം എന്നൊരു വാക്കുകൂടെ, ഒരർത്ഥ വിശദീകരണം കൂടെ വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഈ ലോകത്തിൽ വിശ്വാസത്തിന് കോട്ടം വരികയും ആശ്രയം ഇല്ലാതാകുകയും ചെയ്യുന്ന അവസ്ഥ കടന്നു വരുമ്പോൾ സ്വാഭാവികമായും ഹൃദയം കലങ്ങിപ്പോകും. എത്ര മിടുക്കനാണേലും വിശ്വാസത്തിന് കോട്ടം വരുമ്പോൾ, ആശ്രയിക്കുന്നതൊക്കെ മാറിപ്പോകുന്നു എന്ന് തോന്നുമ്പോൾ ഹൃദയം കലങ്ങിപ്പോകാനുള്ള സാധ്യതയുണ്ട്. സത്യത്തിൽ ഇന്ന് ആധ്യാത്മികവും സാമൂഹികവും രാഷ്ട്രീയവുമായ നമ്മുടെ ചുറ്റുപാടുകളിലേക്ക് നാം ഒന്ന് കണ്ടുപിടിച്ച് നോക്കിയാൽ ഹൃദയം കലങ്ങിയവരുടെ എണ്ണം ധാരാളം നമുക്ക് കാണുവാൻ കഴിയും. ഹൃദയം കലങ്ങിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് വ്യക്തമാക്കുന്നത് അവരുടെ വാക്കിലൂടെയും പ്രവൃത്തിയിലൂടെയുമാണ്. നമുക്ക് ചുറ്റുമൊന്ന് കണ്ണോടിച്ചാൽ ധാരാളം ആളുകൾ ഹൃദയം കലങ്ങിയവരായി നമ്മുടെ ചുറ്റുപാടുകളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ആർക്കും ആരെയും വിശ്വസിക്കാൻ കഴിയാത്ത ഒരു വല്ലാത്ത കാലഘട്ടത്തിലാണ് നമുക്ക് ജീവിക്കുന്നത്. വിശ്വാസം എന്നൊരു വാക്ക്, പരസ്പര വിശ്വാസമില്ലാത്ത കുടുംബജീവിതത്തിനകത്തും ചുറ്റുപാടുകളിലും സാഹോദര്യ ബന്ധത്തിലുമൊക്കെ വിശ്വാസം കൈമോശം വന്നിരിക്കുന്ന ഒരു വല്ലാത്ത ദുസ്ഥിതി നമ്മുടെ ചുറ്റുപാടുകളിൽ സംഭവിച്ചിരിക്കുകയാണ്. എപ്പോൾ വേണമെങ്കിലും മനുഷ്യനിലെ സ്വാർത്ഥത തല ഉയർത്തിയിട്ട് വഞ്ചിക്കാനും കള്ളത്തരങ്ങൾ കാണിക്കാനും അന്യായങ്ങൾ
കൊലപാതകങ്ങൾ ചെയ്യാനും വഞ്ചിക്കാനും എന്തിനേറെ കുലപാതകങ്ങൾ ചെയ്യാൻ പോലും മനുഷ്യൻ തയ്യാറാകുന്ന വല്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് ഞാൻ നിങ്ങളും ജീവിക്കുന്നത്. ജീവിത പങ്കാളിയെയോ കൂടപ്പിറപ്പുകളെയോ രക്തബന്ധങ്ങളെയോ മക്കളെയോ അപ്പനമ്മമാരെയോ വിശ്വസിക്കാൻ കഴിയാത്ത വല്ലാത്തൊരു കാലഘട്ടം. ദൈവത്തിന് സ്തോത്രം. ഏതു നിമിഷവും കൊടിയുടെ നിറം മാറാൻ നാണമില്ലാതെ കൂറുമാറികളുടെ രാഷ്ട്രീയം നമ്മുടെ ചുറ്റുപാടുകളിൽ ഞാനും നിങ്ങളും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ടെങ്കിലും നമ്മൾ പാർക്കുന്ന ഈ കൊച്ചു കേരളത്തിൽ വാസ്തവത്തിൽ ചില ദിവസങ്ങൾക്ക് മുമ്പ് വരെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള കൂടത്തായി ജോളിയും സോളാർ സരിതയും സ്വർണ്ണ സ്വപ്നയും ഒക്കെ മനുഷ്യന്റെ സ്വാർത്ഥതയുടെ പ്രതീകങ്ങളായി നമ്മുടെ ചുറ്റുപാടുകളിൽ നിൽക്കുകയാണ്. ഇവരൊക്കെ നമ്മോട് വിളിച്ചു പറയുന്ന ഒരു യാഥാർത്ഥ്യം, ആരെയും വിശ്വസിക്കാൻ കൊള്ളില്ല, സമൂഹം വിശ്വാസ യോഗ്യമല്ലാതായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇനിയും ആത്മീയ സമൂഹത്തിലേക്കൊന്ന് നോക്കിയാൽ ആധ്യാത്മികതയുടെ മറപറ്റി എന്തെല്ലാം അനീതികളാണ് മത ആചാര്യന്മാർ ചെയ്തു കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ പാർക്കുന്ന ഈ കൊച്ചു കേരളത്തിൽ, നമ്മുടെ ഈ പത്തനംതിട്ട ജില്ലയിൽ ആത്മീയതയുടെയും അന്ധവിശ്വാസത്തിൻ്റെയും അഴിഞ്ഞാട്ടം, നരബലി എന്ന ക്രൂരകൃത്യത്തിലൂടെ പോലും ഞാൻ നിങ്ങളും കണ്ട ദിവസങ്ങൾ അതിവിദൂരമല്ല. ദൈവത്തിന് സ്തോത്രം. ഏതെല്ലാം നിലകളിൽ മനുഷ്യൻ ഇന്ന് വൈകൃതമായി കൊണ്ടിരിക്കുന്നു. വികൃതമായ വിരൂപമായ വിശ്വാസത്യാഗം വരുന്ന ഒരുപാട്, വിശ്വാസം കൈമോശം വരുന്ന ഒരുപാട് സംഭവങ്ങൾ ചുറ്റുപാടുകളിൽ നടമാടുമ്പോൾ അവർക്ക് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് യേശു കർത്താവ് വിളിച്ചു പറയുകയാണ്, ഈ ലോകത്തിലും ചുറ്റുപാടിലുമുള്ള കാര്യങ്ങളൊന്നും ഹൃദയത്തിന് സമാധാനം തരുന്നതല്ല, ഹൃദയത്തിന് സ്വസ്ഥത തരുന്നതല്ല. ഇതൊക്കെ മനുഷ്യന്റെ ഹൃദയത്തെ കലക്കിക്കളയുന്ന വാർത്തകളാണ്. എന്നാൽ ഹൃദയത്തിന് ധൈര്യം പകരുന്ന, വിശ്വസിക്കാൻ കൊള്ളാകുന്ന ഒരുവനുണ്ട്. ആകാശത്തിന്റെ കീഴിൽ ഭൂമിക്ക് മീതെ മനുഷ്യരുടെ ഇടയിൽ വിശ്വസിക്കാൻ കൊള്ളാകുന്ന ഒരുവനുണ്ട്. അത് മറ്റാരുമല്ല, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. ഹല്ലേലൂയ. വിശ്വസിക്കാൻ കൊള്ളാകുന്ന ഒരുവനെ ഉയർത്തി കാണിച്ചിട്ട് കർത്താവ് പറയുന്നു, ഹൃദയം കലങ്ങാതിരിക്കണമോ? ഈ ലോകത്തിൽ ഹൃദയം കലങ്ങാതൊരു ജീവിതം താങ്കൾ ആഗ്രഹിക്കുന്നുണ്ടോ? വിശ്വസിക്കാൻ കൊള്ളാകുന്നവനിൽ വിശ്വസിക്കുക. ദേ നോക്ക്, കാരാഗ്രഹത്തിന്റെ പ്രമാണി ഒരു രാത്രിയിൽ താൻ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന നിമിഷത്തിൽ തന്നെ എല്ലാം കൈമോശം വന്നു എന്ന് തനിക്ക് തോന്നുകയാണ്. കാരണം ഒരു വലിയ ഭൂകമ്പം, കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനങ്ങൾ ഇളകുന്നു, ചെങ്ങലകൾ പൊട്ടി തടവറയിലെ പുള്ളികളെല്ലാം സ്വതന്ത്രരാകുന്നു, ഇരുമ്പോടാമ്പലുകൾ താനെ തുറന്നു പോകുന്നു. ഇതെല്ലാം കൂടെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, അയ്യോ, എന്റെ ഹൃദയം ആകപ്പാടെ അസ്വസ്ഥമാകുകയാ, ഇനി ജീവിച്ചിരിക്കാൻ എനിക്ക് ഇഷ്ടമില്ല. അവതരം വാൾ ഊരിയെടുത്തിട്ട് നിലത്ത് ചാരി വെച്ച് അതിലേക്ക് ചാടി ജീവിതം അവസാനിപ്പിച്ച് കളയാം. ഇനിയും എന്റെ മുമ്പിൽ പ്രതീക്ഷകൾ ശേഷിക്കുന്നില്ല, ഇവിടം കൊണ്ടെല്ലാം അവസാനിപ്പിച്ചേക്കാം എന്ന് ചിന്തിക്കുന്ന കാരാഗ്രഹ പ്രമാണിയുടെ കാതിലൊരു ശബ്ദം കേട്ടു. എന്താണ് ആ ശബ്ദം എന്നറിയാമോ? ഹേ സഹോദര, നീ നിനക്ക് തന്നെ ഒരു ദോഷവും ചെയ്യരുത്, നീ നിനക്ക് തന്നെ ഒരു ദോഷവും ചെയ്യരുത്. വിശ്വസിക്കാൻ കൊള്ളാകുന്ന ഒരുവനുണ്ട്, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഹല്ലേലൂയ. ജീവിതത്തിൽ വിശ്വസിക്കാൻ ആരുമില്ലെന്നും ആശ്രയിക്കാൻ ആരുമില്ലെന്നും സാധ്യതകളെല്ലാം തീർന്നുപോയി എന്നും ചിന്തിച്ച് ആരെങ്കിലും ഈ സുവിശേഷം ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ, മണക്കാല കൺവെൻഷന്റെ 3ാമത് രാത്രി യോഗം നിങ്ങളെ മാടി വിളിക്കുന്നു. ഒരുപക്ഷെ കടയുടെ വരാന്തയിലോ ഇരുളിന്റെ മറപറ്റി എവിടെങ്കിലുമൊക്കെയോ മാറി നിന്നുകൊണ്ട് മുഴുവൻ കൈമോശം വന്നുപോയി, ഇനി എന്റെ മുമ്പിൽ പ്രതീക്ഷകൾ ശേഷിക്കുന്നില്ല, എന്തിനാ ഞാൻ ഈ അർത്ഥമില്ലാത്ത ജീവിതം മുൻപോട്ട് കൊണ്ടുപോകുന്നത്, എന്തിനു ഞാൻ ഇനി ജീവിക്കണം എന്ന് സ്വയം ശപിച്ചും പ്രാഗിയും ജീവിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, ഒരു സുവിശേഷകൻ എന്ന നിലയിൽ ഞാൻ താങ്കളോട് സ്നേഹത്തോടെ വിളിച്ചു പറയുന്നു, വിശ്വസിക്കാൻ കൊള്ളാകുന്ന ഒരു ദൈവമുണ്ട്. അത് മറ്റാരുമല്ല, കർത്താവായ യേശു ക്രിസ്തുവാണ്. ആ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കൂ. താങ്കളുടെ തകർന്ന ഹൃദയത്തെ, താങ്കളുടെ തകർന്ന കുടുംബത്തെ നേരെയാക്കാൻ എന്റെ യേശു മതിയായവനാണ്. ഹല്ലേലൂയ. ജീവിത തകർച്ചകളെ, മാനസിക തകർച്ചകളെ, കുടുംബ തകർച്ചകളെ നേരെയാക്കാൻ ഏകമാർഗം കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നുള്ളതാണ്. ദൈവത്തിന് സ്തോത്രം. വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളോടായി
കർത്താവിനെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന ദൈവമക്കളോടായി യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിന് മറ്റൊരു ദൂത് കൂടെ പറയാനുണ്ട്. ഞാൻ ഇതുവരെ പറഞ്ഞത് ജനറൽ ആയിട്ടുള്ള ഒരു സന്ദേശമാണെങ്കിൽ ഇനിയും ഞാൻ ആ വാക്യത്തിൽ നിന്ന് സംസാരിക്കാൻ പോകുന്നത് വിശ്വാസ സമൂഹത്തോടാണ്. ഹൃദയം കലങ്ങിപ്പോകുന്ന സാഹചര്യം വിശ്വാസികൾക്ക് നേരിടേണ്ടി വരും. എപ്പോൾ വിശ്വാസം ചോദ്യം ചെയ്യപ്പെടുന്ന സന്ദർഭങ്ങൾ വരുമ്പോൾ, ആത്മീയത ചോദ്യം ചെയ്യപ്പെടുന്ന സാഹചര്യങ്ങൾ വരുമ്പോൾ, കർത്താവിനെ സേവിക്കാനും ആരാധിക്കാനും ഒക്കെ ഇറങ്ങിത്തിരിച്ചിട്ട്, കൈകൊട്ടാനും പാടാനും പ്രാർത്ഥിക്കാനും ഒക്കെ ആവേശത്തോടുകൂടെ ഇറങ്ങിത്തിരിച്ചിട്ട് അതൊന്നും അർത്ഥമില്ലാത്തതാണ് എന്ന് മുഖത്ത് നോക്കി പറഞ്ഞ് ആക്ഷേപിക്കുന്ന, ഒരുമിച്ച് പാഞ്ഞെടുത്ത് തകർത്ത് കളയുവാൻ ശ്രമിക്കുന്ന സാഹചര്യങ്ങളെ നേരിടേണ്ടി വരുമ്പോൾ ദൈവത്തിന് സ്തോത്രം, ഹൃദയം കലങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. വളരെ വേഗത്തിൽ ഞാൻ വാക്കുകളെ അവസാനിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 6-ാമത്തെ അധ്യായം വായിക്കേണ്ടതില്ല. 6-ാമത്തെ അധ്യായം അതിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിച്ചു വരുമ്പോൾ അവിടെ കാണുന്നത് സഭ, 1-ാം നൂറ്റാണ്ടിലെ സഭ വളരെ ക്രമീകൃതമായ നിലയിൽ മുൻപോട്ട് വരികയാണ്. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യേണ്ടുന്ന എല്ലാ കാര്യങ്ങളും കൃത്യയുക്തമായി ചെയ്യുന്ന 1-ാം നൂറ്റാണ്ടിലെ സഭ. എന്തിനേറെ പറയുന്നു, സഭയിലെ വിധവമാരെയും പരദേശികളായി വന്നു പാർക്കുന്ന അശരണരായ ആളുകളെയും സംരക്ഷണ ചെയ്യേണ്ടതിന് പരിശുദ്ധാത്മാവിന്റെ നിറവും നല്ല സാക്ഷ്യവും പ്രാപിച്ച 7 പേരെ തിരഞ്ഞെടുത്ത് ആ ഉത്തരവാദിത്വം ഭരമേൽപ്പിച്ചിരിക്കുകയാണ്. അങ്ങനെ സഭ വളരെ ക്രമീകൃതമായി മുൻപോട്ട് പോകുന്ന ആ സമയത്ത് ആ തിരഞ്ഞെടുക്കപ്പെട്ട 7 പേരിൽ ഒരുവനായ സ്തെഫാനോസ്, ദൈവത്തിന് സ്തോത്രം, 8-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, അദ്ദേഹത്തിന്റെ മേൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിറയപ്പെട്ടിട്ട് അദ്ദേഹം വീര്യപ്രവർത്തികളും അത്ഭുതങ്ങളും ഒക്കെ ചെയ്തു. ദേശത്ത് പല ആളുകൾക്കും തന്റെ പ്രവർത്തനം വളരെ ഇഷ്ടമായി, പലരും വിടുവിക്കപ്പെടുവാൻ തുടങ്ങി. അത്ഭുതകരമായി ദൈവപ്രവർത്തികൾ ദേശത്ത് നടക്കുന്നു എന്ന് കണ്ടപ്പോൾ 7-ാം അധ്യായം 54 മുതലുള്ള വാക്യങ്ങളിൽ ജനമെല്ലാവരും കൂടെ സ്തെഫാനോസിന് വിരോധമായി തിരിഞ്ഞു. ഇവരെല്ലാം കൂടി സ്തെഫാനോസിന് വിരോധമായി തിരിഞ്ഞിട്ട് അവനെ കൊന്നുകളയേണ്ടതിന് കോപത്തോടുകൂടെ അടുത്ത് വന്നു എന്നാണ് അവിടെ വായിക്കുന്നത്. കോപത്തെ ഞാനതിനെ നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ഇങ്ങനെ പറയാം, കോപാത്മാവ് നിറഞ്ഞുകൊണ്ട് ഒരു കൂട്ടം ആളുകൾ പല്ല് കടിച്ച് കയ്യിൽ കല്ലും പിടിച്ച് സ്തെഫാനോസിന് നേരെ പാഞ്ഞെടുക്കുകയാണ്. കോപത്തോടെ ഒരു കൂട്ടം ആളുകൾ തനിക്ക് നേരെ പാഞ്ഞെടുക്കുമ്പോൾ സ്വാഭാവികമായും സ്തെഫാനോസ് മണക്കാലക്കാരനാണെങ്കിൽ, ഒരു മലയാളി ആണെങ്കിൽ തിരിച്ചു കോപിക്കാൻ സാധ്യതയുണ്ട്. കോപിക്കുന്നവനോട് തിരിച്ച് കോപിക്കുന്നത് സ്വാഭാവികമാണ്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ചെയ്യാൻ സാധ്യതയുണ്ട്. പക്ഷേ ഞാൻ ആ പുസ്തകത്തിലെ വാക്യങ്ങൾ മാറി മാറി വായിച്ചപ്പോൾ സ്തെഫാനോസ് തിരിച്ച് കോപിച്ചതായിട്ട് അവിടെ എഴുതിയിട്ടില്ല. മറിച്ച് മറ്റൊരു സാധ്യതയുള്ളത് സ്തെഫാനോസ് ആ കൂട്ടത്തിൽ നിന്ന് അങ്ങ് ഓടി മാറാനാണ് രണ്ടാമത്തൊരു സാധ്യത. പക്ഷേ ഞാൻ ആ പുസ്തകം വായിച്ചപ്പോൾ അവിടെ സ്തെഫാനോസ് ഓടി മാറിയതായിട്ടും എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. പിന്നെ എനിക്ക് ആ ഭാഗത്ത് കാണാൻ കഴിഞ്ഞൊരു കാര്യമുണ്ട്. തനിക്ക് നേരെ കോപാത്മാവ് നിറഞ്ഞുകൊണ്ട് ഒരു കൂട്ടം ആളുകൾ പാഞ്ഞെടുക്കുമ്പോൾ സ്തെഫാനോസ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി, പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി. ഹല്ലേലൂയ, ഹല്ലേലൂയ. 1-ാം നൂറ്റാണ്ടിലെ സഭയോട്, അല്ലെങ്കിൽ സഭയുടെ മുൻപിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒരു ഭക്തനോട് ഒരു കൂട്ടം ആളുകൾ എതിർത്ത് വന്നപ്പോൾ അവൻ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായെങ്കിൽ 21-ാം നൂറ്റാണ്ടിലെ ദൈവസഭയോടും പരിശുദ്ധാത്മാവിന് ഇന്ന് രാത്രി സംസാരിക്കാനുള്ള ദൂത്, പരിശുദ്ധാത്മാവ് നിറഞ്ഞുകൊണ്ട് പ്രതിസന്ധികളെ നേരിടുക. സഭ തയ്യാറാകട്ടെ. കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. Praise the Lord. ദൈവത്തിന് സ്തോത്രം. ശ്രദ്ധിച്ചേ പ്രിയരെ, അവരുടെ കോപത്തോടുകൂടെ തന്റെ നേരെ കടന്നു വരുന്നവരോട് സ്തെഫാനോസ് തിരിച്ച് പ്രതികരിച്ച പ്രതികരണമാണ് ആ ഭാഗത്ത് നാം കണ്ടത്. ഞാൻ പണ്ടെങ്ങോ കേട്ട ഒരു സംഭവം ഇങ്ങനെയാണ്. ദൈവത്തിന് സംഭവമല്ല, ഒരു ഫ്രേസ്. ദൈവത്തിന് സ്തോത്രം. നന്മ ചെയ്യുന്നവനോട് തിരിച്ച് തിന്മ ചെയ്താൽ അതിനെ പൈശാചികം എന്നാണ് വിളിക്കേണ്ടത്. നന്മ ചെയ്യുന്നവനോട് തിരിച്ച് തിന്മ ചെയ്താൽ അത് പൈശാചികമാണ്. തിന്മ ചെയ്യുന്നവനോട് തിരിച്ച് തിന്മ ചെയ്താൽ അത് മൃഗീയമാണ്. നന്മ ചെയ്യുന്നവനോട് തിരിച്ച് നന്മ ചെയ്താൽ അത് മാനുഷികമാണ്. എന്നാൽ തിന്മ ചെയ്യുന്നവനോട് തിരിച്ച് നന്മ ചെയ്യാൻ കഴിഞ്ഞാൽ അതിൻ്റെ പേരാണ് ആത്മീയം.
മനസ്സിലാകുന്നവരുണ്ടെങ്കിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യണം. ഹല്ലേലൂയ. ഒരിക്കൽ കൂടെ ഞാൻ ആ വാക്കുകൾ ആവർത്തിക്കുക. അപ്പോൾ നന്മ ചെയ്യുന്നവനോട് തിന്മ ചെയ്യുന്നത് പൈശാചികമാണ്. തിന്മ ചെയ്യുന്നവനോട് തിരിച്ച് തിന്മ ചെയ്യുന്നത് മൃഗീയമാണ്. നന്മ ചെയ്യുന്നവനോട് തിരിച്ച് നന്മ ചെയ്യുന്നത് മാനുഷികമാണ്. എന്നാൽ തിന്മ ചെയ്യുന്നവനോട് തിരിച്ച് നന്മ ചെയ്യാൻ കഴിഞ്ഞാൽ അവന്റെ അകത്ത് പരിശുദ്ധാത്മാവ് ഉണ്ടെന്നുള്ളതിന് സംശയമില്ല. ഹല്ലേലൂയ. കേവലം 2 കൈകൊട്ടിലും 2 അന്യഭാഷയിലും 2 സ്തുതി സ്തോത്രങ്ങളിലും മാത്രം ഒതുക്കി നിർത്തേണ്ടതല്ല നമ്മുടെ ഈ വർഷത്തെ തീമായ സഭയിൽ പരിശുദ്ധാത്മാവിന്റെ സ്വാധീന. കോപത്തോടുകൂടെ പാഞ്ഞെടുക്കുന്ന വെല്ലുവിളികൾക്ക് നേരെ അകത്താത്മാവിന്റെ അഭിഷേകം പ്രാപിച്ച് അതിനോട് എതിർക്കാൻ ഇന്ന് രാത്രി ഞാനും നിങ്ങളും തയ്യാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം. സ്തെഫാനോസ് സ്വർഗത്തിലേക്ക് നോക്കുകയാണ്. എൻ്റെ സമയം അവസാനിക്കുന്നു, ഞാൻ നിർത്തട്ടെ. സ്തെഫാനോസ് സ്വർഗത്തിലേക്ക് തൻ്റെ കണ്ണുകൾ ഉയർത്തുകയാണ്. എനിക്ക് സ്തെഫാനോസിനോടൊരു ചോദ്യം. സ്തെഫാനോസേ, എന്തുകൊണ്ടാണ് അങ്ങ് സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്താൻ തയ്യാറാകുന്നത്? എന്താണ് അതിന് കാരണം? അദ്ദേഹം പറഞ്ഞു 2 കാരണമാണ് സ്വർഗത്തിലേക്ക് നോക്കാൻ എന്നെ പ്രേരിപ്പിച്ച 2 കാരണം. ഒന്നാമത്തെ കാരണം യോഹന്നാൻ 14:1 തന്നെയാണ്. അപ്പോൾ ഞാൻ ഇന്നലെ വരെ പ്രസംഗിച്ച, ഞാൻ ആരെയാണോ പ്രസംഗിച്ചത്, ഞാൻ ആരെയാണോ ഉയർത്തിയത്, അവനിൽ എനിക്ക് വിശ്വാസമുണ്ട്. ഞാൻ ആരെയാണോ ഉയർത്തി കാണിച്ചത്, അവനിൽ എനിക്ക് വിശ്വാസമുണ്ട്. രണ്ടാമത്തെ കാരണം അതിന് 2-3 വാക്യത്തിലാണ് സ്തെഫാനോസ് തിരിച്ച് മറുപടി പറഞ്ഞത്. 2-3 വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർക്കുക. സ്തെഫാനോസിനെ സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്താൻ പ്രേരിപ്പിച്ച 2ാമത്തെ ഘടകമാണ് എനിക്ക് വേണ്ടി സ്ഥലം ഒരുക്കാൻ കടന്നുപോയ ഒരു അരുമനാഥനുണ്ട്. എൻ്റെ നാട് ഇവിടെ അല്ല, എൻ്റെ ദേശം ഇതല്ല, ഞാൻ ഇവിടുത്തുകാരനല്ല. ഹല്ലേലൂയ. എനിക്ക് വേണ്ടി ഒരു ഭവനം ഒരുക്കപ്പെടുന്നുണ്ട്. ആ നിത്യതയിലേക്ക് എന്നെ ചേർക്കാൻ എന്റെ അരുമ മണവാളൻ മടങ്ങി വരാൻ പോകുകയാണ്. പ്രധാന ദൂതന്റെ ശബ്ദത്തോടെ, ദൈവത്തിന്റെ കാഹളത്തോടെ എന്നെ ചേർക്കാൻ എന്റെ അരുമ മണവാളൻ ഇറങ്ങി വരുന്ന ഒരു സമയമുണ്ട്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 1-ാം അധ്യായം 9 മുതലുള്ള വാക്യത്തിൽ യേശു കർത്താവ് സ്വർഗത്തിലേക്ക് കയറിപ്പോയപ്പോ നോക്കി നിന്ന ഗലീല പുരുഷന്മാരോട് ദൂതന്മാർ വിളിച്ചു പറഞ്ഞൊരു വാക്കുണ്ട്: അല്ലയോ ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗത്തിലേക്ക് കയറി പോകുന്നവനായ യേശുവിനെ നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും. ഹല്ലേലൂയ. ഇന്ന് പകൽ രാത്രിയിൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, അവൻ പ്രതീക്ഷയോടെ ആഗ്രഹത്തോടെ കണ്ണുകൾ സ്വർഗത്തിലേക്ക് ഉയർത്തുക. ഹൃദയം കലക്കുന്ന ജീവിത സാഹചര്യങ്ങൾ വരുമ്പോൾ അപ്പനിലേക്ക് നോക്കിയാലോ, അമ്മയിലേക്ക് നോക്കിയാലോ, സഹോദരങ്ങളിലേക്ക് നോക്കിയാലോ ഒരു പക്ഷേ നിരാശയായിരിക്കും ഫലം. എന്നാൽ ഉയരത്തിലേക്ക് കണ്ണുയർത്തിയാൽ, അവൻ വിശ്വസിക്കാൻ കൊള്ളാകുന്നവരിലേക്ക് കണ്ണുയർത്തിയാൽ, ഹല്ലേലൂയ, ഞാൻ നിരാശപ്പെടേണ്ടി വരത്തില്ല, സങ്കടപ്പെടേണ്ടി വരത്തില്ല. അതിന് നമ്മെ പ്രേരിപ്പിക്കുന്നത് അകത്ത് ചലിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ നിറവാണ്. അക്കാര്യം ഉയർത്തി ദൈവത്തിന് സ്തോത്രം പറഞ്ഞാട്ടെ. വാക്കുകൾ അവസാനിക്കുന്നതിന് മുമ്പ് ഒരു ഭാഗം കൂടെ ഞാൻ പറഞ്ഞു നിർത്താം. സ്തെഫാനോസ് സ്വർഗത്തിലേക്ക് നോക്കുമ്പോൾ അവൻ കണ്ട കാഴ്ച സ്വർഗം അവന്റെ മുമ്പിൽ തുറന്നിരിക്കുന്ന കാഴ്ചയാണ്. സ്വർഗം അവന്റെ മുമ്പിൽ തുറന്നിരിക്കുന്നു. അതെ പ്രിയമുള്ളവരെ, ഈ ലോകത്തിൽ ഒരു പക്ഷേ സ്തെഫാനോസിന് നേരെ ഒരു സംഘം എഴുന്നേറ്റ് വന്നപ്പോൾ കൂടെ നിന്നവരും കൂട്ടുകാരും സ്നേഹിതരും ഒക്കെ പറഞ്ഞു കാണും: അവനവനെ ഏൽപ്പിച്ച ജോലി ചെയ്താൽ പോരായിരുന്നു. വല്ല കാര്യം ഉണ്ടായിരുന്നോ? സുവിശേഷത്തിന്റെ തീവ്രതയും വെപ്രാളവും ഒക്കെ കാണിച്ച് എടുത്തു ചാടിയിട്ട് അവസാനം പൊല്ലാപ്പിലായില്ലേ, പുലിവാല് പിടിച്ച പോലായില്ലേ എന്നൊക്കെ ഒരുപക്ഷെ പലരും വന്ന് അവനോട് പറഞ്ഞു കാണുമായിരിക്കാം, സ്നേഹത്തോടെ പറഞ്ഞു കാണുമായിരിക്കാം. പക്ഷേ പ്രതീക്ഷയോടെ സ്വർഗത്തിലേക്ക് നോക്കിയ സ്തെഫാനോസിനെ കാണാൻ കഴിഞ്ഞത്, ലോകത്തിൽ പലരും വാതിലടച്ചെങ്കിലും, ലോകത്തിൽ പലരും മുഖം തിരിച്ചെങ്കിലും അവന് വേണ്ടി തുറക്കപ്പെട്ടൊരു സ്വർഗം, അവന് വേണ്ടി തുറന്നിട്ടിരിക്കുന്ന ഒരു സ്വർഗം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തെഫാനോസ് പറയുകയാണ്, ആ സ്വർഗത്തിലെ വാതിൽ എന്റെ മുമ്പിൽ തുറന്നിട്ടിരിക്കുമ്പോൾ എന്റെ ഹൃദയത്തിന്റെ അകത്ത് വ്യാപരിച്ചൊരു ധൈര്യമുണ്ട്. തുറന്ന സ്വർഗത്തിന്റെ വാതിൽ എന്റെ ഹൃദയത്തിനകത്ത് ഭയങ്കര ധൈര്യം തന്നു. അപ്പോഴേക്കും കൂർത്തുമൂർത്ത കല്ലുകൾ എന്റെ ദേഹത്ത് വന്ന് പതിച്ചിരുന്നു. അവിടെ കൂടിയിരുന്ന ആളുകൾ കയ്യിൽ കരുതിയിരുന്ന കല്ലുകൾ ആഞ്ഞെറിഞ്ഞ് എന്റെ ശരീരത്തിൽ ആ സകലം കല്ലുകൾ വന്നു വീണ് എന്റെ ശരീരം ഉടഞ്ഞിരുന്നു, തകർന്നിരുന്നു, മുറിയപ്പെട്ടിരുന്നു. ചോര വാർന്നൊഴിക്കാൻ തുടങ്ങി.
തുടങ്ങിയിരുന്നു. പക്ഷേ അവർക്ക് എന്റെ ശരീരമേ തകർക്കാൻ കഴിഞ്ഞുള്ളൂ, എന്റെ ഹൃദയം തകർക്കാൻ അവർക്ക് കഴിഞ്ഞില്ല, എന്റെ വിശ്വാസം തകർക്കാൻ അവർക്ക് കഴിഞ്ഞില്ല, എന്റെ അകത്ത് ചലിച്ച പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ കെടുത്തിക്കളയാൻ അവർക്ക് കഴിഞ്ഞില്ല. ഒരു പക്ഷേ 2023 പാദമൂന്നി വിശ്വാസത്തിന്റെ യാത്ര തുടങ്ങുന്ന പ്രിയമുള്ളവരെ, നമ്മുടെ മുമ്പിൽ നേരിടേണ്ടി വരുന്നത് ശുഭകരമായ സാഹചര്യമായിരിക്കില്ല, അനുകൂലമായ പശ്ചാത്തലങ്ങളായിരിക്കില്ല. നമ്മുടെ ശരീരത്തെ തകർക്കാൻ രാഷ്ട്രീയ സംവിധാനങ്ങൾ ആയുധമായി ഉപയോഗിച്ച് ആരെല്ലാം എഴുന്നേറ്റ് വന്നാൽ ഉറച്ചു നിൽക്കുക, ധൈര്യത്തോടെ നിൽക്കുക, ഹൃദയം കലങ്ങാതെ നിൽക്കുക. ശരീരം തകർക്കാൻ ഈ ലോകത്തിന് കഴിയും, പക്ഷെ ഹൃദയം തകരാതെ ആത്മനിറവിൽ മുൻപോട്ട് പോകുക. അവൻ എന്റെ കരത്തിന് പിടിച്ചിട്ടുണ്ട്, അവൻ എന്റെ കരത്തിന് പിടിച്ചിട്ടുണ്ട്. ഒരു നിമിഷം ഹൃദയം തുറന്ന ദൈവത്തിന് സ്തോത്രം പറഞ്ഞാട്ടെ. ആ ഇരിക്കുന്ന ഇരിപ്പിലിരുന്നു കൊണ്ട് സന്തോഷത്തോടെ ഹല്ലേലൂയ ജൂഡാരാവ ശംദരാദികൾ കവനയാന്തര ഹല്ലേലൂയ. എന്റെ പ്രിയ സ്നേഹിതന്മാർ മുമ്പേ പാടിയതുപോലെ യേശുവിൽ വിശ്വസിക്കുന്ന ഭക്തൻ പറയുന്നു, അവൻ എന്നെ വീട്ടിൽ ചേർക്ക, അവൻ എന്നെ വീട്ടിൽ ചേർക്ക. ഈ ലോകത്തിലുള്ളതെല്ലാം മാറിപ്പോയാൽ, ചവിട്ടി നിൽക്കുന്ന കാൽച്ചുവട്ടിലെ മണ്ണ് ഒഴിച്ചു പോയാൽ, ചീട്ട് കൊട്ടാരം പോലെ എന്റെ സ്വപ്നങ്ങൾ മുഴുവൻ തകർന്നു പോയാൽ, എന്റെ ഹൃദയം തകരാതെ അഭിഷേകത്തിൽ ഞാൻ മുന്നേറുക. അധികാരത്തോടെ ദൈവകൃപയോട് എന്നെ ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷ ഞാൻ ചെയ്യുക. കർത്താവിനോട് ഞാൻ നിൽക്കുക. എന്റെ കർത്താവ് എനിക്ക് അനുകൂല, അവൻ എന്റെ കൂടെയുണ്ട്. കരം തട്ടി അല്പ നിമിഷങ്ങൾ സന്തോഷത്തോടെ കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. ഹൃദയത്തിൽ പ്രത്യാശ ഉണരുന്ന ദൈവമക്കൾ ദൈവത്തിന് നന്ദിയോടെ മഹത്വം കൊടുക്കാൻ. നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്, ഹൃദയം കലങ്ങി പോകരുത്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഹൃദയം കലങ്ങി പോകരുത്. വാക്കുകൾ, പ്രവൃത്തികൾ, അവ ചെയ്തികൾ ഒക്കെ വേദനിപ്പിക്കുന്നതായിരിക്കുക, കല്ലുകൾക്ക് സമാനമായിരിക്കാം. പക്ഷെ ഹൃദയം കലങ്ങി പോകരുത്. പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ ബലപ്പെടുക, ആത്മാവിന്റെ നിറവിൽ മുന്നേറുക. നമ്മുടെ കർത്താവ് വരാറായി. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. സമയം അനുവദിച്ച പ്രിയപ്പെട്ടവർക്ക് നന്ദി പറയുന്നു. നിങ്ങളുടെ ചോദിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.